ശ്രീരാമകൃഷ്ണദേവൻ ക്രിസ്തുദേവനെയും സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനെയും ക്രിസ്തുമസ് ഈവിനെയും ക്രിസ്തുമസിനെയും ഞങ്ങളുടെ ഹൃദയത്തിൽ ആദരിക്കുന്നതാണ്. നമസ്കാരം, BM TV-യിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് പാലാ അരുണാപുരത്ത് രാമകൃഷ്ണ മഠത്തിലാണ്. ഇന്ന് ക്രിസ്മസിനോടനുബന്ധിച്ച് വളരെ ഒരു മതസൗഹാർദ്ദപരമായ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി മഠാധിപതി സ്വാമി വീരസംഗാനന്ദ അവറുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്വാമി വീരസംഗാനന്ദ, ഇവിടുത്തെ ആശ്രമത്തിൻ്റെ അധ്യക്ഷനാണ്. പാലാ അരുണാപുരത്തിലുള്ള പാലാ രാമകൃഷ്ണ മഠം ആഗോളതലത്തിലുള്ള രാമകൃഷ്ണ മഠത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഇത് സ്ഥാപിച്ചത് നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ 1897 അതിൻ്റെ ഒരു 125-ാം വാർഷികം ഈയിടെ ആഘോഷിച്ചു കഴിഞ്ഞിരുന്നു. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് സംസ്കൃത പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ശ്രീരാമകൃഷ്ണ ആദർശ സംസ്കൃത കോളേജുണ്ട്. അതിൽ +1 തൊട്ട് MA സാൻസ്ക്രിറ്റ് വരെയുള്ള കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ യോഗ്യതയുള്ളവർക്ക് വന്ന് ചേർന്ന് സൗജന്യമായിട്ടാണ് ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നത്. അതുകൂടാതെ നമുക്കൊരു പാഠശാലയുണ്ട്. പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിൽ സംസ്കൃതം പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ശനി ഞായറും ക്ലാസ് ഉണ്ട്. രാവിലെ 2 ടീച്ചേഴ്സും ഇവിടെ റെഗുലറായിട്ട് ലേഡി ടീച്ചേഴ്സ് ഉണ്ട്. ആർക്കും വേണമെങ്കിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതുകൂടാതെ ഒരു ചാരിറ്റബിൾ ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്. അതുകൂടാതെ എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും ഒരു ആയുർവേദ ക്യാമ്പ് കൂടി ഇവിടെ നടത്തുന്നുണ്ട്. അതുകൂടാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും വരൾച്ചയോ പ്രളയമോ ഉണ്ടാകുന്ന അവസരങ്ങളിൽ മറ്റുള്ള ദുർവിഘ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് റിലീഫ് വർക്കുകളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ആധ്യാത്മികമായിട്ടുള്ള സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കാവുന്ന തരത്തിൽ നമ്മളവരെ സഹായിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ്. അതായത് 1926 നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ സ്ഥാപനം. അതെ. അപ്പം ഇത്രയും നാളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. അപ്പം സ്വാമി ഇവിടെ ചാർജ് എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. 3.5 വർഷമായിട്ട്. ഇപ്പം നമ്മൾ ഇന്നിവിടെ ഈ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഒരു ചടങ്ങ് നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഇത് എൻ്റെ വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ മഹാസമാധിക്ക് ശേഷം ഒരിക്കലൊരു ആൺപൂർ എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സഹസന്യാസി ഇവിടെ ഭവനത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും കൂടി ഭജനയും മറ്റുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു ദിവസം രാത്രി എല്ലാവരും വിളിച്ചിട്ട് അന്ന് നരേന്ദ്രനായിരുന്നു, വിവേകാനന്ദനായിട്ടില്ല. നരേന്ദ്രൻ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കുറച്ച് നേരം ധ്യാനിക്കാം. ഒരു ധുനിയൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ ചുറ്റുമിരുന്ന് ധ്യാനിച്ചൊരു രാത്രി. നല്ല ക്ലിയറായിട്ടുള്ള നൈറ്റായിരുന്നു അത്. മേഘങ്ങളൊന്നും ഇല്ലാത്തൊരു രാത്രിയായിരുന്നു. അന്ന് അവർ ചുറ്റുമിരുന്ന് ധ്യാനിച്ചു. പെട്ടെന്ന് എന്തോ ഒരു ആവേശം കൊണ്ട പോലെ നരേന്ദ്രൻ ഒരു ഉജ്ജ്വല പ്രഭാഷണം അവിടെ വെച്ച് നടത്തി. അത് എൻ്റെ വിഷയമായിരുന്നു ജീസസ് ക്രൈസ്റ്റും അദ്ദേഹത്തിൻ്റെ ത്യാഗവും സന്ദേശവും എന്നായിരുന്നത്. അത് എല്ലാവരും അത് കേട്ട് കോരിത്തരിച്ചു പോയി. പിന്നീടാണ് അവരറിഞ്ഞത് അത് ക്രിസ്തുമസ് ഈവായിരുന്നു. അപ്പോൾ ആ ഒരു ഇതും കൂടി അന്ന് അവർ അതിന് ശേഷം സന്യാസത്തിൻ്റെ പ്രതിജ്ഞ എടുക്കുകയും എല്ലാവരും സന്യാസം സ്വീകരിക്കാനായിട്ട് അവിടെ തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ആഘോഷം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ എല്ലാ ആശ്രമങ്ങളിലും ഈ ക്രിസ്മസ് ഈവിന്. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞതുപോലെ വിവേകാനന്ദ സ്വാമികൾ പരിവ്രാജകനായിട്ട് ഭാരതത്തിലുടനീളം കാൽനടയായിട്ട് സഞ്ചരിച്ചിരുന്നു. ഇതിൻ്റെ അവസാനം കന്യാകുമാരിയിലെത്തിയിട്ട് അവിടെ വിവേകാനന്ദ പാറ എന്നറിയപ്പെടുന്ന ആ പാറയിലേക്ക് നീന്തി കടന്നുപോയി അവിടെ 3 ദിവസം ധ്യാനിച്ചു എന്ന് പറയുന്നു. അതും പറയപ്പെടുന്നത് ക്രിസ്മസ് ഈവിൻ്റെ അന്നാണ് അവിടെ എത്തിയത്. ആ ക്രിസ്മസ് വേളയിലാണ് സ്വാമിജി അവിടെ ധ്യാനിച്ചിരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും അതുകൂടാതെ പലതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ക്രിസ്തുദേവനെയും സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ക്രിസ്തുവിനെയും ക്രിസ്തുമസ് ഈവിനെയും ക്രിസ്തുമസിനെയും ഞങ്ങളുടെ ഹൃദയത്തിൽ ആദരിക്കുന്നതാണ്.
അപ്പോൾ ഇതിൽ ഇപ്പം ബൈബിൾ പാരായണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും സമയം ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ BMTVക്ക് സാധിച്ചു. അതിനായി നമ്മളെ ഇവിടെ ക്ഷണിച്ച മഠാധിപതിക്കും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനും BMTVയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി.